മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമാണ് ചിന്ദ്വാര. 17 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മാത്രം ജയിപ്പിച്ചുവിട്ട മണ്ഡലം. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമാണ് BJPക്ക് ഇവിടെ കൊടി പറപ്പിക്കാനായത്. കമൽനാഥ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായതോടെ മത്സരിക്കാൻ പകരക്കാരനെ തേടുകയാണ് കോൺഗ്രസ്. ആയിരത്തി 1997 ഒരൊറ്റ ഉപതെരഞ്ഞെടുപ്പ്. അന്നു മാത്രമാണ് ചിന്ദ്വാര കോൺഗ്രസിന്റെ കൈപ്പിടിയിൽ നിന്ന് വഴുതിമാറിയത്. ഒരു വർഷം തികഞ്ഞതോടെ വീണ്ടും ത്രിവർണ പതാക പാറി. കോൺഗ്രസിന്റെ എന്നല്ല, കമൽനാഥിന്റെ കുത്തകയാണ് ചിന്ദ്വാര എന്ന് പറയേണ്ടി വരും. 17-ൽ 10 തവണയും മണ്ഡലത്തിന്റെ പ്രതിനിധിയായത് കമൽനാഥ്. ആയിരത്തി 1980 മുതൽ 96 വരെ കമൽനാഥിന്റെ ആദ്യ ഊഴം, 98 മുതൽ രണ്ടാം ഊഴം. 2014-ൽ കമൽനാഥ് ജയിച്ചത് 1,16,537 വോട്ടുകൾക്ക്. കമൽനാഥിന് മുൻപ് ഗാർഗി ശങ്കർ മിശ്ര 3 തവണ ഡൽഹിക്ക് വേണ്ടി കയറി. 1997-ലെ ഉപതെരഞ്ഞെടുപ്പിൽ സുന്ദർലാലിനോട് 37,000 വോട്ടിന് തോറ്റപ്പോൾ മാത്രം താമര വിരിഞ്ഞു. ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷം എല്ലാ തവണയും വാരിക്കോരിക്കൊണ്ടുപോകുന്ന കോൺഗ്രസിന് ഇത്തവണ പുതിയൊരാളെ പരീക്ഷിക്കേണ്ടി വരും. മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി പദത്തിലേറിയ കമൽനാഥിന് പകരം ആരെന്നുള്ള ചർച്ചകൾ സജീവമാണ്. കമൽനാഥിന്റെ മകൻ നകുൽനാഥിനെ മത്സരിപ്പിക്കുമെന്ന ചിന്തയും ചിന്ദ്വാരയിലുണ്ടെന്നാണ് സൂചന. ഇലക്ഷൻ ഡെസ്ക് 24.